രേണുസുതി സന്തോഷിച്ചില്ലെന്ന്. രേണുസുതി ഷീസ് എക്സ്ട്രീംലി ഹാപ്പി എന്ന് അവർ മൂന്നാമത്തെ പാർട്ട് ഇന്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഫുൾ ഇന്റർവ്യൂ കാണാതെ സംസാരിക്കുന്ന ഡോക്ടർ. Again you are raising your voice and It's my right. As per psychology ഞാൻ നിങ്ങളുടെ ആങ്കർ ആവുമല്ലോ ചെയ്യുന്നത്. എന്റെ ഒരു നേച്ചർ ആണ്. ചൂടാവല്ലേട്ടാ ഇങ്ങനെ ചൂടാവണല്ല എന്റെ ടോൺ ഇങ്ങനെയാടാ. ഉള്ളവരാണ് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്. പശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിനെ തെങ്ങി കെട്ടിയിട്ടിട്ട് തെങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഞാൻ പറയേണ്ടി വരും. തെങ്ങിന് ബലമില്ലെങ്കിൽ ചിലപ്പോൾ പറയേണ്ടി വരും. പശുവോട് കഴിഞ്ഞോ തെങ്ങിനെ കുറിച്ച് പറയേണ്ടി വരും. Did you drink something? No, ഞാൻ എനിക്ക് ആ ഹാബിറ്റ്സ് ഇല്ല. Okay. ഞാൻ ഡ്രിങ്ക് ചെയ്യാറില്ല. രണ്ട് ഗ്ലാസ് അച്ചാർ കൂടെ കൊള്ളും മദ്യം ഇതുവരെ ഞങ്ങൾ നോക്കൊണ്ട് പോലും തൊട്ടിട്ടില്ല. അത് വളരെ മോശമാണ് ഡോക്ടർ. ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. You are doing gaslighting. താങ്കൾ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല. ശാരിക പിന്നെ എന്തിനു വേണ്ടി താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത്? ആരുടെ ചോദ്യങ്ങളാണ് താങ്കൾ ചോദിക്കുന്നത്? സ്റ്റോൺ മേക്കേഴ്സ് വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആയിക്കോട്ടെ, നല്ല കാര്യം. ആ ചോദ്യം കുറച്ചും കൂടെ മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവത്തില്ല ചിലപ്പോൾ. പാരഫ്രേസ് മെഡിക്കൽ ടേം എന്റെ തെറ്റിദ്ധാരണയായിരിക്കും. ഓക്കെ, ശരി. ഇംഗ്ലീഷിൽ കുറച്ച് ഞാൻ ഇച്ചിരി വീക്ക് ആയിക്കോട്ടെ. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ അത് പിന്നെ ഒട്ടും അറിയില്ല. ഇതിന്റെ ഉത്തരം പറയേണ്ടത് ശാരികയാണ്. ഞാൻ എന്റെ ഉത്തരവാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശാരിക, I have answer for every questions. You have answers, rather you have excuses for all the questions. ഞാൻ എന്ത് എക്സ്ക്യൂസ് ചെയ്ത് കേൾക്കട്ടെ? ഏത് ചോദ്യത്തിനാണ് എക്സ്ക്യൂസ് പറഞ്ഞത്? ആ ചോദ്യം റിലേറ്റീവ്സിനോട് എങ്ങനെ ചോദിക്കണം? ഞാൻ ചോദിക്കുമ്പോൾ ശാരിക എന്നോട് തിരിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള വിഡ്ഢി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്റർവ്യൂല് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ വിഡ്ഢി ക്വസ്റ്റ്യൻ ആയിരുന്നോ? അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.